ഹായ് ഓൾ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്നേഹം ആകർഷിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 3 കാർഡ് സ്പ്രെഡ് നമുക്കെടുക്കാം. ഇവിടെ ഫസ്റ്റ് കാർഡ് നിങ്ങളുടെ സിറ്റുവേഷൻ, സെക്കൻഡ് കാർഡ് നിങ്ങളുടെ ബ്ലോക്കേജ്, തേർഡ് കാർഡ് നിങ്ങൾക്ക് ടാരോ കാർഡ്സ് തരുന്ന അഡ്വൈസ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 2 ഓഫ് സോർട്സ് ആണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണുള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം അയാളുടെ കണ്ണ് കെട്ടി വച്ചേക്കുവാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് മുന്നിലുള്ള ഒന്നും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അയാൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത്. അയാൾക്കൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. സെക്കൻഡ് കാർഡ് നിങ്ങളുടെ ബ്ലോക്കേജ് ആണ്. സെവൻ ഓഫ് വാണ്ട്സ് ആണ് നിങ്ങൾക്ക് ബ്ലോക്കേജ് ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ചുറ്റുമുള്ള ആളുകൾ നിങ്ങളോട് ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു ഇറിറ്റേഷനിലാണ്. ഇവിടെ കാർഡിൽ നമുക്ക് അയാളുടെ ഫേസ് ശ്രദ്ധിച്ചാൽ അറിയാം അയാൾ ഇറിറ്റേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അയാൾക്കറിയില്ല ആരാണ്. അതായത് സ്നേഹത്തിൽ നിങ്ങളുടെ ബ്ലോക്കേജ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ്. അതുകൊണ്ട് ആ ഒരു ബ്ലോക്കേജ് നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കണം. നെക്സ്റ്റ് കാർഡ് പറയുന്നത് ടാരോ കാർഡ്സിൻ്റെ അഡ്വൈസാണ്. ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിട്ടുള്ളത്. ഇൻഡ്യൂഷൻ്റെ കാർഡാണ്, മേജർ ആർക്കാന കാർഡാണ്. അതായത് കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് ഫൈറ്റ് ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക, നിങ്ങളെപ്പറ്റി ചിന്തിക്കുക. എന്ന് വെച്ചാൽ കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ, അതായത് ടാരോ കാർഡ്സ് തരുന്ന അഡ്വൈസ്, നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറും. അതായത് നിങ്ങളുടെ കൺഫ്യൂഷൻസും മാറും. അതുകൊണ്ടാണ് ടാരോ കാർഡ്സ് ഇങ്ങനൊരു അഡ്വൈസ് തരുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി നിങ്ങളുടെ ഇൻഡ്യൂഷനെ മനസ്സിലാക്കി അത് ഫോളോ ചെയ്യണം. അത് വെച്ച് നിങ്ങൾ ചൂസ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ബ്ലോക്കേജ് അത് നിങ്ങൾ മാറ്റണം. നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളവിടെ സ്നേഹത്തെ ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെയുള്ള വിചാരങ്ങളും ചിന്തകളും ഒഴിവാക്കുമ്പോൾ തനിയെ നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹം എത്തുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലെ ബ്ലോക്കേജ് എന്ന് പറയുന്ന ചിന്തയും നിങ്ങളുടെ കൺഫ്യൂഷൻസും മാറുമ്പോൾ തന്നെ സ്നേഹം നിങ്ങളിലേക്ക് അട്രാക്റ്റായി വരും. അതായത് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും കൺഫ്യൂഷൻസും ബ്ലോക്കേജസും ഉണ്ടായാൽ സ്നേഹത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ട് നിങ്ങൾ കാർഡ് പറയുന്ന അഡ്വൈസ്, നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഫോളോ ചെയ്ത് നിങ്ങളുടെ കൺഫ്യൂഷൻസും ബ്ലോക്കേജസും ഒഴിവാക്കിയാൽ സ്നേഹം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തും. നിങ്ങളുടെ മനസ്സ് പറയുന്നതാണ് കേൾക്കേണ്ടത്. ബാക്കിയുള്ള ചിന്തകളെല്ലാം നിങ്ങൾ മാറ്റി വെക്കണം. അതുപോലെ കൺഫ്യൂഷൻസൊക്കെ ഒഴിവാക്കണം. നെഗറ്റീവ് ചിന്തകളെയും നെഗറ്റീവ് പീപ്പിൾസിനെയും മാറ്റി നിർത്തുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലെ കൺഫ്യൂഷൻസ് ഒഴിവാകും. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാനും കഴിയും. അതായത് കറക്റ്റായിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് അട്രാക്റ്റായി വരും.